ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഉദരത്തെ അടക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ തിരുവചനം നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങുന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഈശോ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലെത്തി. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പ്രലോഭകൻ അവിടെ എത്തി. അവന് ചോദിക്കുന്ന വളരെ വേദനാജനകമായ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ ഒത്തിരിയേറെ വേദന തോന്നിക്കുന്ന ഒരു ചോദ്യമാണ്. നിന്റെ പിതാവ് ഇന്നയാളാണെങ്കിൽ നീ ഇത് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ഈശോ എടുത്തു പറയുക. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോ ഈ പ്രലോഭകനോട് മറുപടി പറയുന്നതും നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അവയെ ചേർത്ത് നിൽക്കുവാൻ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോമ്പുകാലം ദൈവവചന വായനയിലൂടെ മനനം ചെയ്ത് ദൈവവചനം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കറിയാം, മൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശു പുല്ല് തിന്നുമ്പോൾ അത് ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മൾ വചനം ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശിപ്പിക്കുകയും കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മേ, വചനം വായിക്കുവാനും വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി ജീവിച്ച് മുന്നേറുവാനും ഉള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.